ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അല്ലേ. ഇന്ന് ഡിസംബർ 25ആണ്. സന്തോഷത്തിന്റെ ദിവസമാണ് അല്ലേ. ഒരുപാട് സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അല്ലേ. ഉണ്ണിയേശു പിറന്നിരിക്കുന്നു അല്ലേ. ദൈവപുത്രൻ ഭൂമിയിൽ പിറന്നിരിക്കുന്നു. അതായത് കർത്താവായ യേശുനാഥന്റെ ജന്മദിനം നമ്മളെല്ലാവരും സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം കൊണ്ടാടുന്ന സുദിനമാണ് അല്ലേ. ഐശ്വര്യത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. ലോകത്തിലെല്ലായിടത്തും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോ ആ ഒരു സുദിനത്തിൽ എനിക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. യേശുനാഥന്റെ ഈ ജന്മദിനത്തിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്കും ലഭിക്കട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കേട്ടോ. ദൈവപുത്രന്റെ ഈ ജന്മദിനത്തിൽ പടക്കം പൊട്ടിച്ചൊക്കെ സന്തോഷിക്കുന്നു, ആഘോഷിക്കുന്നു അല്ലെ. ഈ ഒരു സുദിനത്തിൽ ഞാനിപ്പം 12 മണി രാത്രിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നേരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ ദൈവം, അതായത് യേശുനാഥൻ ദൈവപുത്രൻ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങളാണ് തരാൻ പോണേ എന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ വീഡിയോ ആയിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് രീതിയിലാണ് ലഭിക്കാൻ പോകണമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക്ക് ആ മഹാസന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഒരു സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. എന്തോ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരികയാണ്. ആ മഹാസന്തോഷം നിങ്ങളിലേക്ക് വരികയാണ്, ഒപ്പം എന്നിലേക്കും വരികയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെന്ത് സന്തോഷമാണെന്ന്. ഇന്ന് നമ്മൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ നമ്മളിലേക്കും ഒരു വലിയൊരു മഹാസന്തോഷം ദൈവം കൊണ്ടുവരാൻ പോവാണ് ഈ ഒരു ജന്മദിനത്തിൽ, ഈ ഒരു സുദിനത്തിൽ. ആ സന്തോഷം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഏഞ്ചൽ മെസ്സേജിന്റെ ഒക്കെ നല്ല കാർഡാണ് ഞാൻ ഇന്ന് നോക്കാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. ദൈവമേ, ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ഞങ്ങൾക്കായിട്ട് വെച്ചിരിക്കുന്നത് ആ സന്തോഷം ഞങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മളിലേക്ക് വരാൻ പോകുന്ന ആ മഹാസന്തോഷം എന്താണെന്ന് നമ്മൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നമുക്ക് നോക്കാം അതെന്താണ്. ഡ്രീമർ. റിന്യൂവൽ, പലർക്കും റിന്യൂവൽ വരുന്നു, പുതിയ തുടക്കങ്ങൾ വരുന്നു. ചെറിയൊരു റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിച്ച് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഹൈ പ്രീസ്റ്റസ്. അപ്പൊ ചെറിയൊരു റീഡിംഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു. എംപറർ. എന്ത് സന്തോഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്ത് സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, ആ ഒരു മഹാസന്തോഷം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. 2 കപ്പ്, എംപറർ, കിങ് ഓഫ് പെന്റിക്കിൾസ്, എല്ലാം നല്ല കാർഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് വലിയൊരു സന്തോഷമാണ്, സന്തോഷത്തിന്റെ കാർഡാണ് കേട്ടോ. ജോയ്ഫുൾ അനൗൺസ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് വരികയാണ്. എന്തൊക്കെയോ സന്തോഷങ്ങൾ, നിങ്ങൾ ആഹ്ലാദിക്കുകയാണ്, സന്തോഷിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഇത്ര മതിയേ. നിങ്ങൾ ഒരു ഡ്രീമർ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു വലിയ സ്വപ്നമുണ്ട്, വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ പേറിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ, എന്തോ ഒരു അതൊരു വലിയ ഡ്രീമാണ്, ഒരു ഡ്രീമറാണ് നിങ്ങൾ. ഒരുപാട് സ്വപ്നങ്ങളുള്ള, ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു ഡ്രീമറാണ് നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയൊരു ധനികനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു ധനികയാകണമെന്ന്. കാരണം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യങ്ങളും വേദനകളും അപമാനങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം, ഒരുപാട് അപമാനങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജി, ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ്, നിങ്ങൾക്കൊരു പണത്തിന്റെ രാജാവ് അല്ലെങ്കിൽ ഒരു ധനികൻ അല്ലെങ്കിൽ ഒരു ധനികയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് കാണുന്നുണ്ട്. ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിങ് അല്ല, എംപറർ ആകാനുള്ള യോഗ്യതയാണുള്ളത്. നിങ്ങൾ കിങ് ആകാൻ ആഗ്രഹിക്കുന്നു, കിങ് ഓഫ് പെന്റിക്കിൾസ്, രാജാവാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ എംപറർ ആക്കാനാണ് പോണത്. നിങ്ങൾ കിങ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, പണത്തിന്റെ കിങ് ആവാം, അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നിങ്ങൾ കിങ് ആകാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്ത് പൊസിഷനാണോ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ വലിയ പൊസിഷനിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം, നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ്. വലിയൊരു പദവിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. ആരെയൊക്കെയോ, അതാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം. ഹൈ പ്രീസ്റ്റസ് എനർജി കാണിക്കും. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ഡിവൈൻ കണക്റ്റഡ് ആണ്, ദൈവത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. ഏഞ്ചൽ മെസ്സേജ്, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും ശ്രദ്ധയുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അധികം, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുമെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും, നിങ്ങളുടെ ടൈം കൂടുതൽ നിങ്ങൾ ദൈവത്തോടടുത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയും അങ്ങനെയൊക്കെ മെഡിറ്റേഷൻ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന ആ വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ ഹീല് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. മറ്റുള്ളവരെ ഹീല്, നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കാണുക നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേഴ്സ് ആവാം, ടീച്ചർ ആവാം. ടീച്ചിങ്, നിങ്ങൾ ടീച്ചർ എന്ന് പറയുമ്പം എല്ലാ വിഭാഗത്തിലുള്ള ടീച്ചിങ് വേണം കേട്ടോ. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ ഹീല് ചെയ്യാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു ടീച്ചിങ് ജോലിയിൽ ഡോക്ടറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ജോലിക്ക് ആഗ്രഹിക്കുന്നു, ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, നേഴ്സ് ആവാൻ പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഒരു ജോലിക്കായിട്ട് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങൾ പോകാൻ പറ്റുമോ എന്ന് നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അതൊക്കെയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നാണ് കാണിക്കുന്നത്. ആ ഒരു മഹാസന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ മഹാസന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അമേസിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അമേസിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ പോവാണ്. നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കണം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി അത് ചെയ്യണം. വെറുതെ ഇടുന്നാലൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ദൈവം ബാക്കി ചെയ്തോളും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങള് പുതിയ എന്തോ ന്യൂസ് കേൾക്കാൻ റെഡി ആയിരിക്കും പറഞ്ഞു. എന്തോ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പോവാണ്. നിങ്ങൾ സന്തോഷത്താൽ ആനന്ദിക്കാൻ പോകണം. സന്തോഷം കൊണ്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ പോകണം, ഫാമിലി ആയിട്ട് സന്തോഷിക്കാൻ പോകണം, സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ വെഡിങ് നടക്കാൻ പോകണം, നിങ്ങളെ മാരേജ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളുടെ മാരേജ് നടക്കാൻ പോകുന്നു, എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നു, അതിന്റെ സെലിബ്രേഷൻ ആകാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസി, ഒരുപാട് നാളായി കുട്ടികളില്ലാത്തവരാവാം, അല്ലെങ്കിൽ പുതിയതായിട്ട് മാരേജ് ചെയ്ത വ്യക്തികളാവും, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാക്കാൻ പോകുന്നു, പ്രഗ്നൻസി വരാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു, അതിന്റെ സെലിബ്രേഷൻ ആവാം, അല്ലെ പ്രഗ്നൻസിയുടെ സെലിബ്രേഷൻ ആവാം. അപ്പൊ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു എന്നുള്ള പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 കപ്പ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പുതിയ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു മാരേജ് പ്രപ്പോസൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പഴയ പ്രപ്പോസൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയർ ആയിട്ടുള്ള പഴയ മാരേജ് ലൈഫ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന തന്ന പഴയ ലവ് ഉണ്ടാവാം കേട്ടോ. ആ ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും മറക്കാൻ പറയുന്നുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ മറന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ഒരു നല്ല ബന്ധം വരാൻ പോകുന്നുണ്ട്. അത് വരണമെങ്കിൽ പഴയതിനെ നിങ്ങൾ പൂർണ്ണമായും മറക്കണം. എന്തെങ്കിലും ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ മുൻ ഭർത്താവാകാം അല്ലെങ്കിൽ മുൻ ലവറാവാം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു സന്തോഷം യൂണിവേഴ്സായിട്ട് തരാൻ പോണു, ദൈവമായിട്ട് തരാൻ പോണു. ഒരു എന്താ പറയാ, ഒരു ഡിവൈൻ ഗിഫ്റ്റ്, ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ്, വരദാനമായിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ റെഡി ആയിക്കോളാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചലഞ്ചിങ് ആയിട്ടുള്ള ടൈം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ദിവസങ്ങൾ വരാൻ പോവാണ്. നിങ്ങൾക്ക് ഏറ്റവും ചേർച്ചയുള്ള ഒരു ജോഡി, ഒരു പാർട്ട്ണർ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ പണം ആഗ്രഹിക്കുന്നുണ്ട്, ഏതെങ്കിലും ലോൺ വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് വലിയ സക്സസിന്റെ സമയമാണ്. ഗ്രേറ്റ് സക്സസ്, വലിയ സക്സസിന്റെ സമയമാണ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും പ്രോസ്പെരിറ്റിയും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ സമയം ബ്യൂട്ടിഫുൾ ആവുകയാണ്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന ഒരു സമയം നിങ്ങൾക്ക് ആർക്കൊക്കെ തുറന്നു കഴിഞ്ഞു, യൂണിവേഴ്സായിട്ട് തുറന്നു കഴിഞ്ഞു. നിങ്ങൾ എന്താഗ്രഹിച്ചത് നിങ്ങളുടെ മുന്നിൽ എത്തും എന്നാണ് കാണിക്കുന്നത്. അമേസിംഗ് ആയിട്ടുള്ള നിരവധി ഓപ്പർച്യൂണിറ്റീസ്, പല വഴിയിലൂടെ നിങ്ങൾക്ക് പണം വരുന്ന പല പല സോഴ്സസ് തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേരൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ഉള്ള വ്യക്തികളായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള നിങ്ങളുടെ പേരൻസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ പേരൻസിന്റെ സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരെ അല്ല അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട്, നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകണം. നിങ്ങളൊരു ഫാമിലി ലൈഫിലാണെങ്കിൽ അല്ലെങ്കിൽ ലവ് ലൈഫിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടാവാം, മെന്റലി ഉള്ള സപ്പോർട്ടാവാം, ഏതോ രീതിയിലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നുണ്ട്. ഏതോ ഒരു നല്ല വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഏതോ ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി ഉടനെ ലഭിക്കാൻ പോകുന്നുണ്ട്. ആരോ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ വ്യക്തികളെ ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ നല്ലൊരു ഫ്രണ്ട് ആവാം, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാം. നിങ്ങളുടെ ലൈഫിൽ ഒരു റിന്യൂവൽ സംഭവിക്കുന്നു, പുതിയ തുടക്കം സംഭവിക്കുകയാണ്. കഴിഞ്ഞതൊക്കെ പാടേ മറന്നു, കഴിഞ്ഞതെല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഒരുപക്ഷെ ഒരു മാരേജ് ഫെയിലിയർ ആയിട്ടുണ്ടാവാം, അത് എല്ലാം കഴിഞ്ഞു. ലവ് ഫെയിലിയർ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങളെ ദാരിദ്ര്യവും രോഗവും കടഭാരങ്ങളും എല്ലാം അങ്ങനെയുള്ളതെല്ലാം അനുഭവിച്ച് കഴിഞ്ഞിരുന്ന വ്യക്തികളാണ്. അതൊക്കെ പാടേ മാറി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുകയാണ്, റിന്യൂവൽ. നിങ്ങളുടെ ലൈഫ് പുതിയതാകുവാണ്, പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടത് അതെല്ലാം പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം ലഭിക്കാൻ പോവാണ്, പുതിയതായിട്ട് പുതിയ തുടക്കം വരാൻ പോവാണ്. നിങ്ങൾക്കൊരു റിന്യൂവൽ സംഭവിക്കുകയാണ്, റിന്യൂവൽ, പുതിയ തുടക്കം വരാൻ പോവാണ് കേട്ടോ. നിങ്ങള് പുതിയൊരു ഡയറക്ഷനിലേക്ക് പോകാൻ പോകുന്നു. ചില വ്യക്തികൾ പുതിയൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് തുറക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെയോ പോകുന്നു, എവിടേക്കോ ചെന്ന് ചേരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെയായി തീരും എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഹാർട്ട് നിങ്ങളോട് പറയും. എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അല്ല എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സ് പറയും. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹാർട്ട് പറയുന്നത് കേൾക്കുക. അതെ, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് അത് വേണ്ടാന്ന് തോന്നും അല്ലെ. എന്ന് പറയുന്ന പോലെ എന്തോ കാര്യം പറയുമ്പോൾ അത് ചെയ്യുന്നു മനസ്സ് നമ്മളോട് പറയില്ലേ. ചിലപ്പോൾ അങ്ങനെ മനസ്സ് പറയും അത് ചെയ്യണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് നമ്മളെ തോന്നിപ്പിക്കും. അപ്പൊ ആ മനസ്സ് പറയുന്നത് കേൾക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പുതിയ സ്റ്റാർട്ട്, നിങ്ങൾ പുതുതായിട്ട് എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, പുതിയ തുടക്കം, അതിവിടെ പറഞ്ഞായിരുന്നു. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരെയല്ല, നിങ്ങൾ നിങ്ങളെയാണ് വിശ്വസിക്കുന്നത്, മറ്റുള്ളവരെയല്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയോ ചെയ്യുക. മറ്റുള്ളവരെ വിശ്വസിക്കാതെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങൾക്ക് കഴിയും, ഏതൊരു കാര്യവും നിങ്ങൾക്ക് കഴിയും. പേടി മാറ്റിക്കളി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ആ പേടിയെ മാറ്റുക. നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ആ പേടിയുള്ള ഒരുപാട് പേരുണ്ട്. പേടി മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ അവരെ പേടി ഇവരെ പേടി, നിങ്ങൾക്ക് എല്ലാവരെയും പേടിയാണ്.
നിങ്ങൾ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ വഴിയെ പോകും കേട്ടോ. പിന്നെ ഇവിടെ പണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു നല്ല നല്ല കാർഡുകളായിട്ട് പല വഴിയിലൂടെ വരുന്നുണ്ട്. ഏഞ്ചൽ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് തരും എന്നാണ് പറയുന്നത് കേട്ടോ. എന്ത് ആക്ഷൻ എടുക്കണം, ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് ചോദിക്കുക, അല്ലെ ഗാർഡിയൻ ഏഞ്ചലിനോട് ചോദിക്കാൻ പറയുന്നുണ്ട്. ഗാർഡിയൻ ഏഞ്ചലിന്റെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ചിലരോട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ആയിട്ടില്ലായിരിക്കും, ചില കാര്യങ്ങൾക്ക് ഡിലേ, എത്ര പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ല, എത്ര എന്താ പറയാ, ചെയ്യാനുള്ള എല്ലാം മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം ആയിട്ടില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ടൈം, അതിനുവേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നിടത്തോളം ചെയ്തിട്ട് അത് വരുന്നില്ല, നിങ്ങൾ മടുത്തു, ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ വിട്ടുകളെ, ലെറ്റ് ഗോ ചെയ്യുക. അത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാം. നിങ്ങളുടേതാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ അടുത്തേക്ക് വരും, വേറൊന്നും പോവില്ല. ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ, ഏതൊരു കാര്യവും ആണെങ്കിലും അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഇപ്പൊ അത് വരുന്നില്ല, ഡിലേ ആണ് എങ്കിൽ അതിന്റെ സമയമായിട്ടില്ല. ഡിവൈൻ ടൈം, അതായത് പെർഫെക്റ്റ് ടൈം ഉണ്ട്. ദൈവം നിങ്ങളിലേക്ക് ഓരോന്നും എത്തിക്കാൻ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ അത് എത്തും. അപ്പൊ നമുക്ക് തന്നെ അറിയാം അത് എന്റേതാണ്, അത് എന്റെ അടുത്തേക്ക് വരും, ഉറപ്പായിട്ടും വരും. പക്ഷെ വരാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് മാത്രമേ വരും. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ലെറ്റ് ഗോ ചെയ്തു, അതിനെ വിട്ടുകളയാം. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. നമ്മൾക്ക് എന്ത് വേണം, നമ്മളുടെ ആ ഒരു സന്തോഷം, നമ്മൾക്ക് ഇപ്പൊ എന്ത് സന്തോഷം ലഭിക്കണം, നമ്മൾക്ക് എന്ത് ചെയ്താലാണ് സന്തോഷം, നമ്മളുടെ ലൈഫ് എങ്ങനെ പോകണം, നമ്മുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു ദിവസം അത് നമ്മളുടെ മുന്നിലെത്തും, അപ്രതീക്ഷിതമായിട്ട് ആ ഒരു സംഭവം. അപ്പം നമ്മളെ ആ രീതിയിൽ അത്ഭുതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്താണ് അത് നമ്മുടെ ലൈഫിലേക്ക് വരിക. അങ്ങനെ നിങ്ങളുടെ ടൈം ആയിട്ടില്ല, ചില കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് അതാ പെർഫെക്റ്റ് ടൈം വരുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് റീഡിങ്ങിലൂടെ പറയാനുള്ളത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ നല്ല ധൈര്യത്തോടെ ഇരിക്കാൻ പറയുന്നുണ്ട്. പേടിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ പേടിക്കാൻ പാടില്ല. പിന്നെ ആക്ഷൻ എടുക്കണമെങ്കിൽ ആക്ഷൻ എടുക്കണം. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എടുക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ചെറിയ റീഡിങ്ങാ. പിന്നെ ഞാനൊരു 2-3 ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം കേട്ടോ. ഇത് ദൈവം നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ആ ഒരു ഏഞ്ചൽ മെസ്സേജ് എടുക്കുകയാണ് നിങ്ങൾക്കുള്ള കേട്ടോ. ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നുണ്ട്. ഒന്നും കൂടെ തെളിച്ചം വരാൻ പോകണം. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലേ, അതൊന്നുകൂടെ ക്ലിയർ ആക്കി തരാൻ പോവാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വരും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആയിട്ടൊന്ന് നിങ്ങളുടെ ലവറായിട്ടോ ഹസ്ബൻഡായിട്ടോ നോ കോണ്ടാക്ട് ആണെങ്കിൽ കോണ്ടാക്ട് അല്ല, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഉടനെ തന്നെ അവർ നിങ്ങളെ ഒന്നുകിൽ വിളിക്കും അല്ലെ മെസ്സേജ് അയക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ. നിങ്ങളുടെ ഇൻഡ്യൂഷൻ, ഇത് ഞാൻ റീഡിങ്ങിൽ പറഞ്ഞു. നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സ് പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു
നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്താകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ ഒരു തോന്നൽ വരും അല്ലേ. അപ്പൊ ആ ഒരു നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണ്, നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു എന്താ പറയാ ജീവിത ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താവണം, നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ തീർച്ചയായിട്ടും വരും അല്ലെ. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ലിസൺ ടു യുവർ ഇൻട്യൂഷൻ. നിങ്ങളുടെ ഇൻട്യൂഷൻ പവർ എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് പറയാം. മനസ്സിലാക്കി എടുക്കുക. എല്ലാം നിങ്ങളുടെ ഇതിലാണ്. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കും, നിങ്ങളെ വിശ്വസിക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമെന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കും, അത് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ. അപ്പൊ വിശ്വാസം എന്നത് വലിയ കാര്യമാണ്. നിങ്ങളെ വിശ്വസിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ വിളിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് അത് തരുമെന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു കാര്യം എന്താണ് അതിൽ വിശ്വസിക്കണം. എല്ലാത്തിനും ഉപരി നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. മറ്റെന്തിനേക്കാൾ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസമുണ്ട്. മറ്റാരെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നമ്മളെ വിശ്വസിക്കുക. പിന്നെ ഒരു കാരണം കൂടെ, ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കുക. എന്ത് വേണമെന്ന് നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തോട് ചോദിക്കുക, യൂണിവേഴ്സിനോട് ചോദിക്കുക. റിസൾട്ട് നിങ്ങൾ ചോദിക്കുന്നതിന് റിസൾട്ട് ലഭിക്കും, ആൻസർ ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ക്ലാരിറ്റി വേണം, എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ അത് ക്ലിയർ ആക്കാൻ നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കാൻ പറയുന്നുണ്ട്, അല്ല ദൈവത്തിനോട് ചോദിക്കുക കേട്ടോ, യൂണിവേഴ്സിനോട് ചോദിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്ദേശമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മഹാസന്തോഷങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. എന്റെ വീഡിയോസ് ഒക്കെ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. ക്രിസ്മസ് ദിനത്തിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നൽകുന്നു. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.